പ്രാപ്തി. ആ പരമപദപ്രാപ്തിയിൽ അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുന്നതിന്റെ പ്രാധാന്യം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നേ ഭഗവാൻ അർജുനൻ ചോദിച്ച 6 വാക്കുകൾക്ക് നിർവചനം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ബ്രഹ്മം, എന്താണ് കർമ്മം, എന്താണ് അധ്യാത്മം, അതിഭൂതം എന്താണ്, അതിദൈവം എന്താണ്, അതേപോലെ അതിയജ്ഞം എന്താണ്. ഇതിനെല്ലാം ഭഗവാൻ ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവ് തന്നെയാണ്. ജീവാത്മാവിന്റെ സ്വഭാവത്തെയാണ് ഭഗവാൻ അധ്യാത്മം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിഭൂതം എന്ന് പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചമാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രപഞ്ചമാണ്. അതിദൈവം എന്ന് പറയുന്നത് ഭഗവാന്റെ വിശ്വരൂപമാണ്. അതിയജ്ഞം എന്ന് പറയുന്നത് പരമാത്മ രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വ്യക്തി അവസാന സമയത്ത് എന്താണോ സ്മരിക്കുന്നത് ആ ഒരു ശരീരത്തിലേക്ക് തന്നെയാണ് ആ വ്യക്തി പോകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യം യം വാവി സ്മരൻ ഭാവം ത്യജത്തന്തേ കളൈവരം തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. അതുകൊണ്ട് അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുന്നത് വളരെ വളരെ പ്രധാനമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു. അന്തകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളയവരം യ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട, ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ സാധിക്കും. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോയാൽ എന്താണ് ഗുണം? മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗത. ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ദുഃഖാലയത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല, പിന്നെ പുനർജന്മമില്ല എന്ന് ഭഗവാൻ പറയും. മറ്റ് എവിടെ പോയി കഴിഞ്ഞാലും പുനർജന്മമുണ്ട്. ഭൗതിക ലോകത്തിൽ ഏറ്റവും ഉപരി ലോകമായിട്ടുള്ള ബ്രഹ്മലോകത്തിലെത്തിയാൽ പോലും പുനർജന്മമുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന എന്ന് പറഞ്ഞു. അതിനുശേഷം ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുരുഷസ പരം പാർത്ഥ ഭക്ത്യാ ലഭ്യസ്തനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തദം. ഭക്തിയോഗത്തിലൂടെ മാത്രമേ ഭഗവാനെ, പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. ഭക്തി അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഒരു സാധാരണ വ്യക്തി ഏത് സമയത്ത് ശരീരം വെടിഞ്ഞാലാണ് തിരിച്ചു വരാൻ സാധ്യതയുള്ളത്, ഏത് സമയത്ത് ശരീരം വെടിഞ്ഞാലാണ് തിരിച്ചു വരാതിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും പറഞ്ഞാലും ഒരു ഭക്തന് ഉത്കണ്ഠയില്ല. കാരണം ഭക്തൻ ഏത് സമയത്തും ശരീരം വെടിഞ്ഞാലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഭക്തിയിലൂടെ ഭഗവാനെ എങ്ങനെയാണ് പ്രാപിക്കുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ അടുത്ത അധ്യായത്തിൽ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം, ഭഗവാനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും രഹസ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ അടുത്ത അധ്യായത്തിൽ 9ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത് ഭഗവത്ഗീതയിലെ ഏറ്റവും മധ്യത്തിലുള്ള അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നത് അതാണ്. ഈ അധ്യായത്തിൽ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും രഹസ്യമാണ്. ശ്രീ ഭഗവാൻ വാച ഇദം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസേ അശുഭ. ഇനി പറയാൻ പോകുന്ന കാര്യം
ഏറ്റവും രഹസ്യതമമാണ് എന്നാണ് പറയുന്നത്. ഗുഹ്യതമം അല്ലെ. ഭഗവത്ഗീതയിൽ 3 തരം രഹസ്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവത്ഗീത രഹസ്യമാണ്, ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതിൽ തന്നെ രഹസ്യങ്ങളിൽ തന്നെ 3 തരമുണ്ട് എന്നാണ്. രഹസ്യം, രഹസ്യതരം, രഹസ്യതമം അല്ലെ. ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം. ചില സമയത്ത് ഭഗവാൻ പറയും ഇത് ഗുഹ്യമാണ്, ഇത് രഹസ്യമാണ്. ചില സമയത്ത് ഭഗവാൻ പറയുന്നു ഇത് ഗുഹ്യതരമാണ്, ഇത് കൂടുതൽ രഹസ്യമാണ്. ഇപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? ഇതം തുതേ ഗുഹ്യതമം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഹ്യതമം ഏറ്റവും രഹസ്യമാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. പ്രവക്ഷ്യാമി, ഞാൻ പറയാം. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് പ്രവക്ഷ്യാമി അനസൂയവേ? നിനക്ക് എന്നോട് യാതൊരു അസൂയവുമില്ല. ഭഗവാന്റെ വിഭൂതികൾ, ഭഗവാന്റെ ഐശ്വര്യങ്ങൾ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാലും അർജുനന്, ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാനോട് യാതൊരു വിദ്വേഷവുമില്ല. അവർക്ക് സന്തോഷം മാത്രമാണ് അല്ലെ. ഭഗവാൻ എത്ര ഉന്നതനാണ് എന്നറിയും തോറും, ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കുറിച്ച് അറിയും തോറും, ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് അറിയും തോറും, ഭഗവാന്റെ യോഗശക്തികളെ കുറിച്ച് അറിയും തോറും ഭക്തന്മാർക്ക് ഭഗവാനോട് സ്നേഹം, ഭഗവാനോട് ഇഷ്ടം കൂടുകയാണ് ചെയ്യുന്നത്. അവർക്ക് യാതൊരു വിദ്വേഷവുമില്ല. ഓ, ഭഗവാൻ എന്താണ് അങ്ങനെ, ഭഗവാൻ ഒരുപാട് വിവാഹം ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ദ്വേഷിക്കുന്നില്ല. ഭഗവാനോട് അസൂയയില്ല. അതുകൊണ്ട് അങ്ങനെ അസൂയയില്ലാത്തവർക്ക് വേണ്ടി ഭഗവാൻ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അനസൂയവേ ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വ മോക്ഷസേ അശുഭാൻ. ഇത് കേട്ട് മനസ്സിലാക്കുകയും അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും. കേട്ട് മനസ്സിലാക്കുന്നത് ജ്ഞാനം, അത് സത്യമാണെന്ന് ബോധ്യപ്പെടുന്നത് വിജ്ഞാനം. അപ്പൊ കേട്ട് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് ബോധ്യപ്പെടുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? യജ്ഞാത്വ മോക്ഷസേ അശുഭാൻ. ഇത് യഥാർത്ഥ രീതിയിൽ ഭഗവാനെ കുറിച്ചുള്ള ഈ സത്യങ്ങൾ യഥാർത്ഥ രീതിയിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഈ അശുഭത്തിൽ നിന്നും, അശുഭം എന്ന് പറയുന്നത് ഈ മുഴുവൻ ഭൗതിക ലോകത്തിനെയാണ് ഭഗവാൻ അശുഭം എന്ന് പറയുന്നത്. മുഴുവൻ ലോകവും അശുഭമാണ്. നേരത്തെ ഭഗവാൻ പറഞ്ഞു അനിത്യം അസുഖം ലോകം, ഇത് അസുഖകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അസുഖം. ഈ ലോകത്തിൽ ജീവാത്മാവിന് ഒരിക്കലും സുഖം അനുഭവിക്കാൻ, യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ അശുഭത്തിൽ നിന്നും മോചനം ലഭിക്കും ഭഗവാനെ കുറിച്ചുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ വിദ്യയാണ്. വിദ്യകളിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യയാണ്, രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യവുമാണ് എന്ന് പറയുന്നു. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതം ഉത്തമം. ഇത് പവിത്രവുമാണ്. പവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത്. ഭഗവാനെ കുറിച്ചുള്ള ഈ രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയം ശുദ്ധമാണ്. അതുകൊണ്ട് ഇത് പവിത്രമാണ്. ഇതം ഉത്തമം. ഉത്തമം, ഉത്തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമസിനാൽ ബാധിക്കപ്പെടുന്നതല്ല. തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകം. ഇത് ഭൗതിക ലോകത്തിലുള്ള ജ്ഞാനമല്ല, ഇത് ഉത്തമമാണ്. ഭൗതിക ലോകത്തിന്റെ ഉപരിയാണ്, ആത്മീയമാണ് അല്ലെ. തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമസ്, ഭൗതിക ലോകം. വേദങ്ങളിൽ പറയുന്നു തമസോമ ജ്യോതിർഗമ. ഈ തമസിൽ നിന്ന് ഉയർന്ന് നമ്മൾ ജ്യോതിസിലേക്ക്, ആത്മീയ ലോകത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ് വേദങ്ങളിൽ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആത്മീയ ലോകത്തിൽ നിന്നുള്ള അറിവാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഈ ഭൗതിക ലോകത്തിലെ ഒരു ഭൗതിക വിജ്ഞാനമല്ല, ഭൗതിക ജ്ഞാനമല്ല ഭഗവാൻ പറയുന്നത്. ഉത്തമം. പ്രത്യക്ഷാവഗമം. ഇത് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്നതാണ്. നമ്മൾ ഊഹിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ബോധ്യപ്പെടും. പ്രത്യക്ഷാവഗമം. ധർമ്മ്യം. ധർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെയ്യാൻ സാധിക്കാത്ത വലിയ കട്ടിയുള്ള കാര്യമൊന്നും ഭഗവാൻ പറയുന്നില്ല. ധർമ്മ്യം, ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്യാം? സുസുഖം കർത്തുമവ്യം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാന്റെ സേവനമൊക്കെ വളരെ ലളിതമായിട്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അല്ലെ. കാരണം ഭഗവാന്റെ സേവനം എങ്ങനെയുള്ളതാണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം അല്ലെ. ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ സ്മരിക്കുക,
ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, ഭഗവാന് നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക, ഭഗവാന് നിവേദിച്ച പ്രസാദം നമ്മൾ സ്വീകരിക്കുക. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം ആത്മീയമാണ് എന്ന് ബോധ്യപ്പെടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് രഹസ്യമായിട്ടിരിക്കുന്നത്. പൂർവജന്മത്തിലെ സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മീയ പ്രക്രിയയിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഭഗവാന്റെ സേവനത്തിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുള്ളൂ. വിശ്വാസമില്ലാത്തവരുടെ കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അശ്രദ്ധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തമ. ഈ ധർമ്മത്തിൽ, ഭഗവാന്റെ ഭക്തി സേവനത്തിൽ വിശ്വാസമില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? അപ്രാപ്യമാ, അവർക്കൊരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞു, ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. പുരുഷസ പരം പാർത്ഥ ഭക്ത്യാലഭ്യസ്ത്വനന്യയ. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. പക്ഷെ ഭക്തിയോഗത്തിൽ വിശ്വാസമില്ലാത്തവർക്കോ അവർക്കൊരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. എല്ലാവർക്കും ഞാൻ പ്രത്യക്ഷനാകുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നത്. ഭക്തി സേവനത്തിലൂടെ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഭഗവാൻ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഭഗവാന്റെ ഭക്തി സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അപ്രാപ്യമാ, അവർക്ക് ഒരിക്കലും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. നിവർത്തന്തേ, അവരുടെ ഗതി എന്താണ്? നിവർത്തന്തേ മൃത്യു സംസാര പറഞ്ഞു. അവർ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രഹസ്യജ്ഞാനങ്ങൾ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. ഭഗവാന്റെ അവ്യക്തമൂർത്തിയെ കുറിച്ചാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മയാ തതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നച്ചാഹം തേഷു അവസ്ഥിത. ഭഗവാൻ ഈ ലോകം മുഴുവൻ, മയാ തതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന, ഈ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ ശക്തി വ്യാപിച്ചിരിക്കുന്നു. മസ്താനി സർവഭൂതാനി, എല്ലാ ജീവജാലങ്ങളും കുടികൊള്ളുന്നത് ഭഗവാനിൽ തന്നെയാണ്. സർവ്വലോകങ്ങളും എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് എവിടെയാണ്? ഭഗവാന്റെ അവ്യക്തമായിട്ടുള്ള ആ രൂപത്തിലാണ്. ജഗത് അവ്യക്തമൂർത്തിന. എന്നാൽ ഭഗവാൻ പറയുന്നു, എന്നാൽ നചാഹം തേഷു അവസ്ഥിത, എന്നാൽ ഞാൻ ഈ ലോകത്തിലൊന്നും നിലനിൽക്കുന്നുമില്ല എന്ന് പറയും. ഇതാണ് ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള യോഗശക്തി. ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് ഭഗവാന്റെ ശക്തിയിലാണെങ്കിലും ഭഗവാൻ പറയുന്നു, ഞാൻ ഈ ലോകത്തൊന്നുമില്ല. അപ്പൊ ഭഗവാന്റെ അവ്യക്തമായിട്ടുള്ള ശക്തി കൊണ്ട് ഭഗവാൻ ഈ ലോകം മുഴുവൻ നിലനിർത്താൻ സാധിക്കുമെങ്കിലും ഭഗവാന് ഇതിൽ നിന്ന് വേറിട്ടൊരു വ്യക്തി രൂപമുണ്ട് എന്നാണ് പറയുന്നത്. മുഴുവൻ ലോകത്തെ നിലനിർത്തുന്നത് ഭഗവാന്റെ ശക്തിയാണെങ്കിലും അവ്യക്ത രൂപത്തിൽ ഭഗവാൻ ഇവിടെ ഉണ്ടെങ്കിലും ഭഗവാനിൽ നിന്ന് ഭഗവാന് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തി രൂപമുണ്ട്, വ്യക്തിഭാവമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ ഈ ലോകത്തിലൊന്നുമില്ല എന്ന് ഭഗവാൻ പറയണം. ഭഗവാൻ ഇതിൽ നിന്ന് വേറിട്ടും നിലനിൽപ്പുണ്ട്. നച്ചമസ്താനി ഭൂതാനി പശ്യമേ യോഗമായി ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. ജീവജാലങ്ങളിൽ ഒന്നും ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല, ഈ ഭൗതിക ലോകത്ത് ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല. ഇതാണ് എന്റെ യോഗശക്തി എന്ന് പറയുന്നത്. മുഴുവൻ ലോകത്തെയും നിലനിർത്തുന്നത് ഭഗവാന്റെ ശക്തിയാണെങ്കിലും ഭഗവാൻ ഈ ലോകത്ത് വ്യക്തിരൂപത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് പറയും. ഭൂതബ്രഹ്മജ ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടം ഭഗവാനാണെങ്കിലും ഞാൻ ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ അവ്യക്തമൂർത്തിയായിട്ടാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്രകോ മഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനി ത്യുപധാരയ. വായു എവിടെയാണ് നിലനിൽക്കുന്നത്? വായു സ്പേസിലാണ് നിലനിൽക്കുന്നത്. ആകാശം, സ്പേസിലാണ് വായു നിലനിൽക്കുന്നത്. എന്നാൽ വായു എപ്പോഴെങ്കിലും ആകാശവുമായിട്ട് കൂടി കലർന്നു പോകുന്നുണ്ടോ? അതൊരിക്കലുമില്ല. ആകാശത്ത് നിലനിന്നുകൊണ്ട് തന്നെ വായു എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നു. അതേപോലെ
ഭഗവാന്റെ ശക്തിയിൽ നിലനിന്നുകൊണ്ട് തന്നെ ജീവാത്മാക്കൾ ഈ ഭൗതിക ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ഈ ജീവജാലങ്ങൾ ഈ ഭൗതിക ലോകത്ത് നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. യഥാകാശ സ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനീത്യുപധാരെ. എല്ലാ ജീവജാലങ്ങളും എന്നിൽ നിലനിൽക്കുന്നു, അവര് പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന് പറയും. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷേ പുനഃസ്ഥാനി കൽപാദോ വിസൃജാമ്യം. അവരങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത്, ഒരു കൽപ്പം അവസാനിക്കുന്ന സമയത്ത് അവരെന്നിൽ വന്ന് വിശ്രമിക്കുന്നു. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം. ആ ജീവജാലങ്ങളും കൽപ്പത്തിന്റെ അവസാനത്തിൽ ഭഗവാനിൽ വന്ന്, ഭഗവാന്റെ ശരീരത്തിൽ വന്ന് വിശ്രമിക്കുന്നു. കൽപക്ഷേ പുനഃസ്ഥാനി കൽപാദോ വിസൃജാമ്യം. കൽപ്പത്തിന്റെ ആദ്യത്തിൽ വീണ്ടും സൃഷ്ടി നടക്കുന്ന സമയത്ത് ആ ജീവജാലങ്ങൾ പുതിയ ശരീരം എടുത്തു വരുന്നു. കൽപ്പത്തിന്റെ അവസാനത്ത് വീണ്ടും കൽപക്ഷേ പുനഃസ്ഥാനി, കൽപ്പത്തിന്റെ അവസാനത്തിൽ വീണ്ടും അവ ഭഗവാന്റെ ശരീരത്തിൽ വിശ്രമിക്കുന്നു. ഇതാണ് ജീവജാലങ്ങളുടെ ഗതി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഈ ജീവജാലങ്ങളുടെ സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ളതും ജീവജാലങ്ങളുടെ സംഹാരത്തിന് ആധാരമായിട്ടുള്ളതും എന്നാണ് പറയുന്നത്. പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസർജാമി പുനഃപുന ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവശം പ്രകൃതേർ വശാദ. ഈ പ്രകൃതി മുഴുവൻ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതും ജീവജാലങ്ങൾ സംഹരിക്കപ്പെടുന്നതും. അത് മുഴുവൻ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയും. ഈ സൃഷ്ടി നടത്തുന്നതും സംഹാരം നടത്തുന്നതും ഭഗവാനാണെങ്കിൽ പോലും സൃഷ്ടിയിലും സംഹാരത്തിലും ഒരിക്കലും ഭഗവാൻ ബന്ധിക്കപ്പെടുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ അതിലൊന്നും നേരിട്ട് ഒരു കാര്യവുമില്ല. സൃഷ്ടിയിലും സ്ഥിതിയിൽ സംഹാരത്തിലും ഭഗവാൻ ഒരിക്കലും ഉൾപ്പെടുന്നില്ല എന്നുള്ള കാര്യവും പറയുന്നു. നച്ചമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനം അസക്തം തേഷു കർമ്മസു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലെ നിയമങ്ങളൊന്നും ഭഗവാനെ ഒരിക്കലും ബന്ധിക്കുന്നില്ല. ന നിബന്ധനന്തി ധനഞ്ജയ. അതൊക്കെ ജീവജാലങ്ങൾക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലൊക്കെ ഭഗവാൻ ഉദാസീനനായിട്ടാണ് ഇരിക്കുന്നത്. അതിലൊന്നും ഭഗവാൻ യഥാർത്ഥത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഭഗവാന്റെ ഒരു ശക്തിയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ മായാശക്തി, അല്ലെങ്കിൽ ഭഗവാന്റെ ഭൗതിക ശക്തി, അല്ലെങ്കിൽ ദുർഗാശക്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭഗവാൻ നേരിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നത് ദുർഗാദേവിയാണ് എന്ന് ബ്രഹ്മസംഹിതയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ. സൃഷ്ടിസ്ഥിതി പ്രളയ സാധന ശക്തി രേഖ ഛായേവയസ്യ ഭുവനാനി വിവർത്തി ദുർഗ ഇച്ഛാനുരൂപമപി യസ്യ ചേഷ്ടതേ സാം ഗോവിന്ദമാദി പുരുഷം തമഹം വചാമി. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യാൻ ആർക്ക് സാധിക്കും? ദുർഗാദേവിക്ക് സാധിക്കും. അത് ഭഗവാന്റെ പ്രകൃതിയാണ്. അത് ആ പ്രകൃതി അങ്ങനെ ചെയ്തോളും. ഭഗവാന് നേരിട്ട് അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതേ കാര്യം ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് 10ാമത്തെ ശ്ലോകത്തിൽ. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. എന്റെ നിർദ്ദേശപ്രകാരം പ്രകൃതിയാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ നേരിട്ട് അതിലൊന്നും ഇടപെടാറില്ല. മയ അധ്യക്ഷേണ, എന്റെ നിർദ്ദേശപ്രകാരം പ്രകൃതി, ദുർഗാദേവി അല്ലെങ്കിൽ ഭൗതിക ശക്തി, സൂയതേ സചരാചരം, ചരാചരങ്ങളെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഹേതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത. ഭഗവാന്റെ നിയമപ്രകാരമാണ് ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ നടക്കുന്നത്. ഭഗവാൻ ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. ഭഗവാൻ അതിൽ നേരിട്ട് ഇടപെടുന്നുമില്ല എന്നാണ് പറയുന്നത്. അത് ഭഗവാന്റെ പ്രകൃതിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദുർഗാദേവിയാണ് ചെയ്യുന്നത്. അതേ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ഭഗവാനെ മനസ്സിലാക്കാത്ത ആളുകൾ ഭഗവാനെ അവഗണിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. ഭഗവാന്റെ ഈ ഒരു പരമമായിട്ടുള്ള ഭാവത്തെക്കുറിച്ച് അറിയാതെ മുഴുവൻ സൃഷ്ടിയെയും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. എല്ലാ ജീവജാലങ്ങളെയും
സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത് ഭഗവാന്റെ ചെറിയൊരു ശക്തി കൊണ്ട് മാത്രമാണ് എന്നതൊന്നും അറിയാതെ ചില ആളുകൾ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഭഗവാൻ നേരിട്ട് അവതരിക്കുമ്പോൾ പോലും അവഗണിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യനായി കരുതി അവഗണിക്കുന്നു. അവജാനന്തി മാമൂഢം, അവർക്ക് യഥാർത്ഥ ബുദ്ധിയില്ല, അതുകൊണ്ട് ഭഗവാനെ അവര് അവഗണിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനായി കരുതി അവഗണിക്കുന്നു. പരംഭാവം അജാനന്ദം മമ ഭൂത മഹേശ്വരം, ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കാതെ അവര് എന്നെ അവഗണിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവഗണിക്കുന്നവരുടെ എല്ലാവിധ ജ്ഞാനവും നഷ്ടപ്പെട്ടു പോകും. മായ കൊണ്ട് അവരുടെ ജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ടു പോകും. അവർ ചെയ്യുന്ന പുണ്യഫലമെല്ലാം ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. അവരുടെ പുണ്യഫലങ്ങൾക്ക് കാര്യമില്ല. കാരണം എന്താണ്? അവർ ഭഗവാനെ അവഗണിക്കുന്നു. അപ്പൊ ഭഗവാനെ അവഗണിക്കുന്നത് ഏറ്റവും വലിയ ഒരു തെറ്റാണ്. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അവഗണിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് കാണുന്നത്. പക്ഷെ ബുദ്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ മഹാത്മാക്കൾ എന്ത് ചെയ്യും? മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. മഹാത്മാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? അവര് ദൈവിക പ്രകൃതിയാണ് ആശ്രയിച്ചിട്ടുള്ളത്. അവരൊരിക്കലും ആസുരിക പ്രകൃതിയെ ആശ്രയിക്കുന്നില്ല. ആസുരിക പ്രകൃതിയെ ആശ്രയിക്കുമ്പോഴാണ് ഭഗവാനെ മറന്നു പോകുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ അവഗണിക്കുന്നത്. ദൈവിക സ്വഭാവത്തോട് കൂടിയിട്ടുള്ളവർ, ദൈവിക സ്വഭാവങ്ങളെ കുറിച്ച് ഇനിയുള്ള അധ്യായങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആസുരിക സ്വഭാവവും ദൈവിക സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം. ആസുരിക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, ദമ്പോ ദർഭോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച, ഇതൊക്കെ ആസുരികമായിട്ടുള്ള സ്വഭാവമാണ്. ഈശ്വരനില്ല, അസത്യം അപ്രതിഹതം ജഗതാഹു അനീശ്വരം, ഇവിടെ സത്യവുമില്ല ഈശ്വരനുമില്ല എന്ന് പറയുന്നതാണ് ആസുരികമായിട്ടുള്ള സ്വഭാവം. പക്ഷെ ദൈവിക സ്വഭാവമുള്ളവർ ഈശ്വരീയമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉള്ളവരാണ്. അല്ലെ, അമാനിത്വം അദംബിത്വം അഹിംസ ക്ഷാന്തിരാർജവം. അവർക്ക് മറ്റുള്ളവരോട് ബഹുമാനം ഉണ്ടാകും, അവർക്ക് ദയുണ്ടാവും, കാരുണ്യം ഉണ്ടാവും, സത്യസന്ധത ഉണ്ടാവും. ഇങ്ങനെയുള്ള ദൈവിക സ്വഭാവമുണ്ട്. ആ ദൈവിക സ്വഭാവത്തെ ആശ്രയിച്ചവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ ഭഗവാൻ മഹാത്മാക്കൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത, ദൈവിക പ്രകൃതിയെ ആശ്രയിച്ച് അവരെന്ത് ചെയ്യും? ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. ഭഗവാനെ പരമപുരുഷനാണെന്ന് മനസ്സിലാക്കി ഭൂതാദി എല്ലാ ജീവജാലങ്ങൾക്കും ഉറവിടമാണ് എന്ന് മനസ്സിലാക്കി ജ്ഞാത്വാ അവരെന്ത് ചെയ്യും? ഭജന്തി, ഭഗവാനെ ഭജിക്കും. ആരാണ് ഭജിക്കുന്നത്? മഹാത്മാക്കൾ. അപ്പൊ ഭഗവാനെ ഭജിക്കുന്നത് സാധാരണ വ്യക്തികളല്ല, മഹാത്മാക്കളാണ് ഭഗവാനെ ഭജിക്കുന്നത്. അവർക്ക് എങ്ങനെ ഭജിക്കാൻ സാധിക്കുന്നു? ദൈവീം പ്രകൃതിമാശ്രിത, അവർ ദൈവിക പ്രകൃതിയെ ആശ്രയിച്ചിട്ടുണ്ട്. അല്ലെ, ദൈവിക പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരീയമായിട്ടുള്ള ശക്തി, ഭഗവാന്റെ സ്വാധീന ശക്തി, ആന്തരിക ശക്തി. അല്ലെ, നമ്മൾ പറയും സുഭദ്രാദേവി അല്ലെങ്കിൽ രാധാറാണി യോഗമായ ആശ്രയിച്ചുകൊണ്ട് അവർ ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കും എന്ന് പറയും. അതുകൊണ്ട് ഭഗവാനോടൊപ്പം തന്നെ അവര് ആ ദേവിയെയും വിളിക്കുന്നുണ്ട്, ആ ദൈവിക പ്രകൃതിയെയും ശരണം പ്രാപിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ എന്ന് വിളിക്കുന്ന സമയത്ത് അവര് ആദ്യം വിളിക്കുന്നത് ആ ദൈവിക പ്രകൃതിയാണ്, ആന്തരികമായിട്ടുള്ള ശക്തിയാണ്. ഹരേ എന്ന് വിളിക്കുന്നത് അമ്മേ എന്ന് വിളിക്കുന്ന പോലെയാണ്. ആദ്യം ആ ദൈവിക പ്രകൃതി ആശ്രയിച്ച് ദൈവിക പ്രകൃതിയുടെ സംരക്ഷണത്തിലാണ് അവര് ഭഗവാനെ സേവിക്കുന്നത്, നിരന്തരമായിട്ട് സേവിക്കുന്നത്. കാരണം ആ ദൈവിക പ്രകൃതിയാണ് ഭക്തന് ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നൽകുന്നത്. ഭഗവാനിൽ വിശ്വാസമില്ലാതെ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഭജിക്കാൻ സാധിക്കില്ല. ദൈവിക പ്രകൃതി ആശ്രയിച്ചിട്ടില്ലെങ്കിൽ ആസുരിക പ്രകൃതി അദ്ദേഹത്തിന്റെ ബുദ്ധിയെ എടുത്തുകൊണ്ട് പോകും. ആസുരിക പ്രകൃതിയിലായി കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനില്ല എന്നുള്ള ചിന്തയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഭഗവാനെ ഭജിക്കാൻ സാധിക്കില്ല, ഭഗവാനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഭക്തന്മാർ എന്ത് ചെയ്യും? ആദ്യം തന്നെ ദൈവിക പ്രകൃതിയെ ആശ്രയിക്കും. ഹരേ എന്ന് പറഞ്ഞിട്ട്
ആ ദൈവിക പ്രകൃതി ആശ്രയിക്കും. അങ്ങനെ നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും. അവരെന്ത് സേവനമാണ് ചെയ്യുന്നത് എന്നാണ് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സതതം കീർത്തയന്തോമാ, അവരെപ്പോഴും ഭഗവാനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. അവർ സംസാരിക്കുന്നത് ആരെ കുറിച്ചാണ്? ഭഗവാനെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത്. നിരന്തരമായിട്ട് സതതം എപ്പോഴും അവര് ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കീർത്തിക്കുന്നത്. ഭഗവാന്റെ കീർത്തനങ്ങൾ പറയും, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് സംസാരിക്കും. സതതം കീർത്തയന്തോമാ, ഭഗവാന്റെ മഹാത്മ്യങ്ങളൊക്കെ പറയും. ഭഗവാന്റെ ഉപദേശങ്ങൾ, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ നാമത്തിന്റെ മഹാത്മ്യം, ഇതെല്ലാം പറയും. അതാണ് കീർത്തനം എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ ചെയ്യും? എപ്പോഴും ചെയ്യും. സതതം കീർത്തയന്തോമാ, ആരെയാണ് കീർത്തിക്കുന്നത്? ആരെയെങ്കിലും അല്ല കീർത്തിക്കുന്നത്, ഭഗവാനെ തന്നെയാണ് കീർത്തിക്കുന്നത്. യദന്തശ്ച ദൃഢപ്രത, അവര് ഭഗവാന് വേണ്ടി പ്രയത്നിക്കും, ഭഗവാന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും ദൃഢപ്രതരായിട്ട്. എതിർപ്പുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും, വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അവര് ഭഗവാനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കും. അതാണ് ദൃഢപ്രത എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? പ്രഹ്ലാദ മഹാരാജാവ് ഭഗവാന്റെ നാമം ജപിച്ച സമയത്ത് എല്ലാവരും എതിർത്തു, ഒരു രാജ്യം മുഴുവൻ എതിർത്തു. അദ്ദേഹത്തിന്റെ പിതാവ് ഹിരണ്യകശിപുവും എതിർത്തു, കൊല്ലാൻ നോക്കി, പല വിധത്തിലും കൊല്ലാൻ നോക്കി. പക്ഷേ അദ്ദേഹം ഭഗവാന്റെ ഭക്തിയിൽ തന്നെ ഉറച്ചു നിന്നു. അതാണ് ദൃഢപ്രത എന്ന് പറഞ്ഞിട്ടുള്ളത്. ദൃഢപ്രത നമസ്യന്തശമാ ഭക്ത്യ നിത്യയുക്ത ഉപാസത, അവര് ഭഗവാനെ നിരന്തരം നമസ്കരിക്കുകയും ഭക്തിപൂർവം ഭഗവാന്റെ എല്ലാവിധ സേവനങ്ങളും ചെയ്യുകയും ചെയ്യും. നമസ്യന്തശമാം ഭക്ത്യ നിത്യയുക്ത ഉപാസത, ഇങ്ങനെ ചെയ്തു പോരുന്നവരെയാണ് ഭഗവാൻ മഹാത്മാക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവര് ദൈവിക പ്രകൃതി ആശ്രയിച്ചത് കൊണ്ട് അവർക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം, ഭഗവാനെ കീർത്തിക്കുന്നതിനും ഭഗവാനെ നമസ്കരിക്കുന്നതിനും ഭഗവാനെ ആരാധിക്കുന്നതിനും ഒക്കെ അവർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അത് ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഇനി ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, അവരെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞാനയജ്ഞേന ചാപ്യ അന്യേ, മറ്റു ചില ആളുകൾ ജ്ഞാനമാർഗത്തിൽ ജ്ഞാനയജ്ഞേന യജന്തോ മാമുപാസത, ഭഗവാനെ കുറിച്ച് അന്വേഷിക്കുന്നവരുണ്ട്. അവരെവിടെയാണ് എത്തിച്ചേരുന്നത്? ഏകത്വേന പൃഥക്വേന ബഹുധാ വിശ്വതോമുഖം, ഭഗവാന്റെ വിശ്വരൂപത്തിലാണ് അവര് എത്തിച്ചേരുന്നത്. വിശ്വരൂപമാണ് ഏറ്റവും ഉന്നതം എന്ന് അവർ വിചാരിക്കും, അല്ലെ? അനേക ബാഹുധരവക്ത്ര നേത്രം, ഒരുപാട് കൈകളും കാലുകളും മുഖങ്ങളും ഒക്കെയുള്ള ആ ഭഗവാന്റെ വിശ്വരൂപമാണ് ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. ഭക്തന്മാർക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഏതാണ്? ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ദ്വിഭുജ രൂപം, ഭഗവാന്റെ രണ്ട് കൈകളുള്ള ശ്രീകൃഷ്ണ രൂപമാണ് ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. ജ്ഞാനമാർഗത്തിൽ വരുന്നവർക്ക് ഭഗവാന്റെ വിശ്വരൂപമാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ വിചാരിക്കുന്നത്. ഇനി ഭഗവാന്റെ ചില വിഭൂതികളെ കുറിച്ചും ഭഗവാന്റെ യോഗശക്തികളെ കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട്. അഹം ക്രതുരഹം യജ്ഞസുതാഹം അഹം ഔഷധം മന്ത്രോഹം അഹമേവാച്യ അഹം അഗ്നിരഹം ഭൂതം, ഭഗവാന് വേണ്ടി ചെയ്യുന്ന യജ്ഞത്തിലെ ക്രതു, ആ വൈദിക കർമ്മം, ആ യജ്ഞവും ഭഗവാൻ തന്നെയാണ്. ആ യജ്ഞത്തിന് അർപ്പിക്കുന്ന നെയ്യും ഹവിസ്സും അതിന്റെ മന്ത്രവും അതിനുപയോഗിക്കുന്ന അഗ്നിയും, ആ യജ്ഞത്തിലെ അഗ്നിയും, ആ യജ്ഞത്തിൽ സമർപ്പിക്കുന്ന ഹോമദ്രവ്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ തന്നെയാണെന്ന് പറയും. ഭഗവാന് വേണ്ടിയിട്ടുള്ള യജ്ഞം തന്നെ ഭഗവാനാണെന്ന് പറയും, അല്ലെ? ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ആത്മീയമായിട്ട് മാറും. ഭഗവാന്റെ സേവനവും ആത്മീയമാണ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാത്മോ ബ്രഹ്മണാഹുതം ബ്രഹ്മേവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മത്തിനായിട്ട് സമർപ്പിക്കുന്നതെല്ലാം ബ്രഹ്മമാണ്. ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നതെല്ലാം ഭഗവാനെ പോലെ തന്നെ ആത്മീയത ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ യജ്ഞവും ഭഗവാൻ തന്നെയാണ്, യജ്ഞത്തിന് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത്. ഇനി ഭഗവാന്റെ സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ജീവജാലങ്ങൾക്ക് ഭഗവാൻ ആരാണ്? അത് ഭഗവാൻ പറയുന്നു, പിതാമഹസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രമോങ്കാരം സാമ യജുരേവച, ഭഗവാൻ പിതാമഹനാണ് എന്ന് പറയുന്നു.
പിതാമഹൻ. ഭഗവാൻ എല്ലാവരുടെയും പിതാവാണ്, എല്ലാ ജീവജാലങ്ങളുടെയും പിതാവാണ്. പിതാവ് മാത്രമല്ല മാതാവുമാണെന്ന് പറയാം. ഞാൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും അച്ഛനും അമ്മയും എന്ന് ഭഗവാൻ പറയുന്നു. പിതാമഹസ്യ ജഗതോ ധാതാ മാതാ ധാതാ പിതാമഹ. ദാതാവ്, അവരെ സംരക്ഷിക്കുന്നവനും, അതേപോലെ പിതാമഹൻ, എല്ലാവരുടെയും പൂർവിക പിതാവ്, എല്ലാവരുടെയും പിതാവാണ് ബ്രഹ്മാവ്. എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്റെയും പിതാവാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ പിതാമഹൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പൂർവ പിതാവാണ് ഭഗവാൻ. വേദ്യം പവിത്രം ഓംകാരം ഋക്സാമ യചുരേവച്ച. വേദ്യം, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അറിയേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ് അറിയേണ്ടത്. അറിയപ്പെടേണ്ടുന്ന വ്യക്തി അത് ഭഗവാനാണ്. വേദ്യം, അറിയപ്പെടേണ്ടത് ഭഗവാനെയാണ്. പവിത്രം, ശുദ്ധീകരിക്കുന്നവനാണ് ഭഗവാൻ. പവിത്രം ഓംകാരം, ഓംകാരമായിട്ടിരിക്കുന്നതും ഭഗവാനാണ്. പ്രണവ സർവവേദേഷു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഋക് സാമ യചുരേവച്ച. വേദങ്ങളുടെ രൂപത്തിൽ, അറിവിന്റെ രൂപത്തിൽ വന്നിട്ടുള്ളതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഇതൊക്കെ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളാണ്. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അഭയം. ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഇതെല്ലാമാണ് എന്നാണ് പറയുന്നത്. ഗതിർ, ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവാത്മാവ് എത്തിച്ചേരേണ്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥലം, അതിനെയാണ് ഗതി എന്ന് പറയുന്നത്. ഭർത്ത, എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ. ഭർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ, എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ. പ്രഭു, എല്ലാവരുടെയും സംരക്ഷകനാണ് ഭഗവാൻ. സാക്ഷി, എല്ലാ ജീവജാലങ്ങളുടെയും പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നവനാണ് ഭഗവാൻ. നിവാസ, എല്ലാവരുടെയും വാസസ്ഥാനം ഭഗവാന്റെ ധാമമാണ്. ശരണം, എല്ലാവർക്കും ആശ്രയസ്ഥാനവും ഭഗവാനാണ്. സുഹൃത്ത്, ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. അല്ലെ, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട മനുഷ്യരുടെ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും മാത്രമല്ല, ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. സുഹൃതം സർവഭൂതാനം എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ, ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവരെ മാത്രം സംരക്ഷിക്കുന്നു, മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ ഞാൻ സംരക്ഷിക്കുന്നില്ല. അങ്ങനെയൊന്നും ഭഗവാൻ പറയുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യരെ മാത്രമാണ് ഞാൻ സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നാം, അങ്ങനെയും ഭഗവാൻ പറയുന്നില്ല. സുഹൃതം സർവഭൂതാനം, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് ഭഗവാൻ. എല്ലാവരുടെയും സംരക്ഷകനും അഭ്യുദയകാംക്ഷിയുമാണ് ഭഗവാൻ. സുഹൃത്ത്. പ്രഭവ പ്രളയസ്ഥാനം, എല്ലാ ജീവാത്മാക്കളും ആരംഭിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. എല്ലാവരും അവസാനം എത്തിച്ചേരുന്നതും തിരിച്ചു പോകുന്നതും ഭഗവാനിലേക്ക് തന്നെയാണ്. പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അഭയം. എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനവും അതേപോലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടവും ഭഗവാൻ തന്നെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊക്കെ ഭഗവാനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ജ്ഞാനങ്ങളാണ്. ഇതിനൊക്കെ പ്രയോജനമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഭഗവാനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ വെളിപ്പെടുത്തി തരുന്നത്. തപാമി അഹമഹം വർഷം നിഗൃണാമി ഉത്സൃജാമിച്ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹ അർജുന. ചൂടായിട്ട് വരുന്നതും വേനൽക്കാലത്ത് താപമായിട്ട് വരുന്നതും അതേപോലെ വർഷമായിട്ട് വരുന്നതും മഴക്കാലത്ത് മഴയായിട്ട് വരുന്നതും ഭഗവാന്റെ തന്നെ ശക്തിയാണ് എന്ന് പറയും. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് മഴ പെയ്യുന്നതും മഴ നിൽക്കുന്നതും. അല്ലെ, മനുഷ്യന് അത് ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യന് മഴയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാൻ തന്നെയാണ് അത് നിയന്ത്രിക്കുന്നത് എന്ന് പറയും. അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. അമൃതത്തിന്റെ രൂപത്തിൽ വരുന്നതും മൃത്യുവിന്റെ രൂപത്തിൽ വരുന്നതും ഭഗവാൻ തന്നെയാണ്. അല്ലെ, ഒരു ജീവാത്മാവിനെ ഒരിക്കലും മരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. മൃത്യുവിന്റെ രൂപത്തിൽ വരുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ പറയുന്നുണ്ട്, മൃത്യു സർവഹരശ്ചാഹം. എല്ലാത്തിനെയും നശിപ്പിക്കുന്ന മൃത്യു ഞാൻ തന്നെയാണ്. കാലോസ്മി ലോകക്ഷേത്ര പ്രവൃദ്ധോ. കാലത്തിന്റെ സ്വരൂപവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് ഭഗവാന്റെ
ആ വിഭൂതികൾ, ഭഗവാന്റെ വൈഭവങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഭഗവാൻ പറയുന്നു, വേദങ്ങളൊക്കെ പഠിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ ചില ആളുകൾ ആരാധന ചെയ്യുന്നുണ്ട്. ത്രൈവിദ്യാമാം സോമപാ ഭൂതപാപ യജ്ഞൈരിഷ്ട്വ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. 3 വേദങ്ങളിലും ഭഗവാന്റെ സ്തുതിയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? എല്ലാ വേദങ്ങളിലും ഭഗവാനെ കുറിച്ചുള്ള സ്തുതിയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവാണ് പറഞ്ഞിട്ടുള്ളത്. വേദൈശ്ച സർവേർ അഹമേവ വേദ്യം. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. പക്ഷെ വേദങ്ങൾ പഠിക്കുന്നവർ പോലും എന്ത് ചെയ്യുന്നു? അവര് ഭഗവാനെ ലക്ഷ്യമാക്കാതെ സ്വർഗത്തിനെ ലക്ഷ്യമാക്കി യജ്ഞങ്ങളൊക്കെ ചെയ്യും. ത്രൈവിദ്യാമാം സ്വമപാ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതിം പ്രാർത്ഥയന്തേ. വേദങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ സ്വർഗത്തിലെത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില ആളുകൾ യജ്ഞങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അതിന്റെ പുണ്യം ലഭിക്കുന്നത് കൊണ്ട്, അവര് പരോക്ഷമായിട്ട് ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട്, വേദങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടും? അവർക്ക് ഉന്നത ലോകങ്ങളിലേക്ക്, സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകാം. ഏതം ഭുക്ത സ്വർഗലോകം വിശാലം. അവർക്ക് സ്വർഗീയ ലോകത്തിലെത്തി വിശാലമായിട്ടുള്ള സ്വർഗലോകം അനുഭവിക്കാം എന്നാണ് പറയുന്നത്. തേത്വം ഭുക്ത സ്വർഗലോകം വിശാലം. ഒരുപാട് ആയുസ് അവിടെ ഉണ്ടാവും. അങ്ങനെ വിശാലമായിട്ടുള്ള സ്വർഗലോകം അവർക്ക് ഭുജിക്കാം, അല്ലെങ്കിൽ അനുഭവിക്കാം. പക്ഷെ എന്താണ്? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അങ്ങനെ ഒരുപാട് കാലം അവിടെ താമസിക്കാമെങ്കിലും സ്ഥിരമായിട്ട് അവിടെ താമസിക്കാൻ കഴിയില്ല. പുണ്യം, അവർ ചെയ്തിട്ടുള്ള പുണ്യം തീർന്നു കഴിഞ്ഞാൽ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ പുണ്യം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ മർത്യലോകത്തിലേക്ക് തന്നെ വരണം. ഏവം ത്രയീ ധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലമന്തേ. അപ്പൊ ഇത് അവരുടെ അവസ്ഥയാണ്. ആരുടെ അവസ്ഥയാണ്? വേദങ്ങളൊക്കെ പഠിച്ചിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കാതെ, സ്വർഗത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നന്മകളും കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യുന്ന, യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് അവരുടെ ഗതി എന്താണ്? ഗതാഗതം കാമകാമാലപന്തേ. ഇങ്ങനെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി വേദങ്ങളൊക്കെ പഠിക്കുന്നവർ, അവർക്ക് എന്താണ് ലഭിക്കുന്നത്? ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അവർക്ക് ഗതാഗതം, ഉയർന്ന ലോകത്തിലേക്ക് പോകാം. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം തീരുന്ന സമയത്ത് വീണ്ടും മനുഷ്യലോകത്തിലേക്ക് തന്നെ വരാം. വീണ്ടും വേദങ്ങളൊക്കെ പഠിച്ച് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ഉയർന്ന ലോകത്തിലേക്ക് പോകാം. വീണ്ടും താഴോട്ട് തന്നെ വരാം. കാരണം എന്താണ്? അവരൊരിക്കലും ഭഗവാനെ മനസ്സിലാക്കുന്നില്ല. ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ. അനന്യ ചിന്തയന്തോ മാം യേജന പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യം. പക്ഷെ ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ ഉപാസിക്കുന്നവർക്കോ യേജന പരിഭാസതേ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ നേരിട്ട് നിർവഹിക്കുമെന്നാണ് പറയുന്നത്. അവരുടെ യോഗക്ഷേമം, അവരുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ച, അവരുടെ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ്, യോഗവും ക്ഷേമവും. അവരുടെ ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ്, അത് ഭഗവാൻ നോക്കിക്കോളും. പിന്നെ അവരുടെ യോഗം, അതായത് അവരുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ച, അതും ഭഗവാൻ തന്നെ നോക്കിക്കോളും. അതിനെക്കുറിച്ച് അവർ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് ഭഗവാനെ ഉപാസിച്ചാൽ മാത്രം മതി. അനന്യ ചിന്തയെന്തോമാ, മറ്റാരും എന്നെ സംരക്ഷിക്കാനില്ല, ഭഗവാൻ മാത്രമാണ് എന്റെ സംരക്ഷകൻ എന്ന് വിചാരിച്ച് ഭഗവാനെ മാത്രം ആരാധിക്കുന്നവർ. അനന്യ ചിന്തയെന്തോമാം യേ ജനാപരിവാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. അവരുടെ യോഗവും ക്ഷേമവും, അവരുടെ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പും ആത്മീയമായിട്ടുള്ള ഉയർച്ചയും ആര് നോക്കിക്കോളും? ഭഗവാൻ നോക്കിക്കോളും. ഇനി ചില ആളുകൾ ആ ഭഗവാനിൽ വിശ്വാസമില്ലാതെ മറ്റു ദേവന്മാരെയൊക്കെ ആരാധിക്കുന്നവരുണ്ട്. ആ ആരാധിക്കാനുള്ള ശ്രദ്ധ, ആരാധിക്കാനുള്ള വിശ്വാസം കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. ഏപി അന്യദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാനിത ദേവി മാമേവ കൗന്ദേയ യജന്തി അഭിധിപൂർവ. അവര് മറ്റു ദേവന്മാരെ
പക്ഷെ അവരങ്ങനെ ആരാധിക്കുന്നത് എന്തെല്ലാം വിധിപൂർവകമല്ല എന്ന് പറയും. എല്ലാ ജീവജാലങ്ങളും യഥാർത്ഥത്തിൽ നേരിട്ട് ആരാധിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെ തന്നെയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ കൈകൊണ്ട് നമ്മുടെ മൂക്ക് പിടിക്കാം, ഇങ്ങനെ വളഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ദേവന്മാരിലൂടെ ഭഗവാനെ ആരാധിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് ഭഗവാനെ ആരാധിക്കാം. അതാണ് വിധിപൂർവകം. ദേവന്മാരിലൂടെ ഭഗവാനെ ആരാധിക്കുന്നത് അവിധിപൂർവകമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എല്ലാവരുടെയും പിതാവും ഭഗവാനാണ്, എല്ലാവരും ഭഗവാനെ ആരാധിക്കുമെന്നാണ് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്. അഹം ഹി സർവയജ്ഞാനാം ഭോക്താജ പ്രഭുരേവച നതുമാം അഭിജാനന്തി തത്വേന തത്ശവന്തിതേ. ഭഗവാൻ തന്നെയാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ്, അല്ലെ? എല്ലാ യജ്ഞങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ദേവന്മാർക്ക് യജ്ഞം ചെയ്താലും ആ യജ്ഞത്തിന്റെ ഫലം എങ്ങോട്ടാണ് പോകുന്നത്? ഭഗവാനിലേക്കാണ് പോകുന്നത്. ഭഗവാനാണ് എല്ലാ യജ്ഞത്തിന്റെയും ഫലം സ്വീകരിക്കുന്നത്. പക്ഷെ ഇത് അറിയാത്തവർക്ക് ഒരിക്കലും മോചനം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാനാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് എന്നറിയാതെ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല. നതുമാം അഭിജാനാതി, ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ തത്വേന തച്ഛവന്തിതേ, അവൻ വീണ്ടും ഭഗവാനെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ ഭൗതിക പ്രകൃതിയിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. യാന്തി ദേവപ്രദാ ദേവാൻ പിതൃന്യാന്തി പിതൃപ്രദാഹ ഭൂതാനി യാന്തി ഭൂതേജോ യാന്തി മത്യാജിനോപിമാ. ദേവന്മാരെ ആരാധിക്കുന്നവര് അവരുടെ ഗതി എന്താണ്? അവര് ദേവന്മാരുടെ ലോകത്തിലേക്ക് പോകും. യാന്തി ദേവപ്രദാ ദേവാൻ, ഏത് ദേവനെയാണോ ആരാധിക്കുന്നത് ആ വ്യക്തി ആ ദേവന്റെ ലോകത്തിലേക്ക് പോകും. സൂര്യനെ ആരാധിക്കുന്നവർ സൂര്യലോകത്തിലേക്കും, ചന്ദ്രനെ ആരാധിക്കുന്നവർ ചന്ദ്രലോകത്തിലേക്കും, ഇന്ദ്രനെ ആരാധിക്കുന്നവർ ഇന്ദ്രലോകത്തിലേക്കും പോകും. പിതൃന്യാന്തി പിതൃപ്രദ, പിതൃക്കളെ ആരാധിക്കുന്ന ആളുകളുണ്ട്, അവരെങ്ങോട്ടാണ് പോകുന്നത്? പിതൃലോകത്തിലേക്കാണ് പോകുന്നത്. ഭൂതാനി യാന്തി ഭൂതേജോ, ഭൂതപ്രേതങ്ങളൊക്കെ ആരാധിക്കുന്നവരുണ്ട്. കുട്ടിച്ചാത്തൻ, വിഷ്ണുമായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഭൂതപ്രേത പിശാചുക്കളൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നത്? അവർ ആ ഭൂതപ്രേതങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ എല്ലാ ആരാധനയും ഒരേ നിലവാരത്തിലുള്ളതല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? സാധാരണഗതിയിൽ നമ്മളോട് അമ്പലത്തിൽ പ്രഭാഷകന്മാരൊക്കെ പറഞ്ഞു തരാറുണ്ട്, നിങ്ങൾ എന്തിനു വേണമെങ്കിലും ആരാധിച്ചോളൂ. സനാതന ധർമ്മത്തിൽ അങ്ങനെയാണ്, നിങ്ങൾ എന്തിനു വേണമെങ്കിലും ആരാധിച്ചോളൂ, അവസാനം ഭഗവാന്റെ അടുത്തേക്ക് പോകും. അങ്ങനെയാണ് അവർ പറയുന്നത്. പക്ഷെ ഭഗവാൻ ഒരിക്കലും അങ്ങനെ ഭഗവത്ഗീതയിൽ പറയുന്നില്ല. ഭഗവത്ഗീതയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, യാന്തി ദേവപ്രദാ ദേവാൻ പിതൃന്യാന്തി പിതൃപ്രദാ ഭൂതാനി യാന്തി ഭൂതേജ്യോ യാന്തി മധ്യാജിനോപിമ. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്, പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃക്കളുടെ അടുത്തേക്കാണ് പോകുന്നത്, ഭൂതപ്രേത പിശാചുക്കളെ ആരാധിക്കുന്നവർ ഭൂതപ്രേത പിശാചുക്കളുടെ അടുത്തേക്കാണ് പോകുന്നത്. യാന്തി മധ്യാജിനോപിമ, ആരാണോ എന്നെ ആരാധിക്കുന്നവർ അവർ എൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർ മാത്രമേ, ഭഗവാൻ ആരാധിക്കുന്നവർ മാത്രമേ ഭഗവാന്റെ ലോകത്തിലേക്ക് പോകുന്നുള്ളൂ. മറ്റുള്ളവർ മറ്റു ലോകങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാവരും ഒരേ ലോകത്തിലേക്കല്ല പോകുന്നത് എന്ന് പറയും. ഇനി ഭഗവാൻ ആരാധിക്കുന്നത്, ഭഗവാൻ സർവ്വലോക മഹേശ്വരനാണെങ്കിലും ഭഗവാന്റെ ആരാധന വളരെ ലളിതമാണ്, അല്ലെ? എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനാണെങ്കിലും എല്ലാ ദേവന്മാരുടെയും അധിപതിയാണെങ്കിലും ഭഗവാനെ ആരാധിക്കുന്നത് വളരെ ലളിതമാണ്. അതാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞത്, സുസുഖം കർത്തും അവ്യം, വളരെ ഈസിയായിട്ട് ചെയ്യാം. എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിഹൃദം അശ്നാമി പ്രയതാത്മന. എന്റെ ഭക്തൻ എനിക്ക് സ്നേഹപൂർവം ഭക്ത്യാ പ്രയതാത്മന, പ്രിയമായിട്ട് സന്തോഷത്തോടു കൂടി കുറച്ച് വെള്ളം, പത്രം ഒരു ഇല എന്ന് പറയുന്നത് തുളസി പൂവ്, പുഷ്പം പുഷ്പങ്ങള്, അതേപോലെ ഫലം കുറച്ച് ഫലം, ഫ്രൂട്ട്സ്, പഴങ്ങള്, ഇതൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ, എങ്ങനെ സമർപ്പിക്കുകയാണെങ്കിൽ യോമേ ഭക്ത്യാ പ്രയച്ഛതി, പ്രേമപൂർവം ഭഗവാനെ ഇത് സ്വീകരിക്കണേ, ഇത് അങ്ങയുടേതാണ്, ഇത് സ്വീകരിച്ച് അങ്ങയുടെ പ്രസാദം ഉണ്ടാകണം, അങ്ങ് അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പ്രേമപൂർവം, വലിയ മന്ത്രതന്ത്രങ്ങൾ കൊണ്ടല്ല ഭഗവാൻ സ്വീകരിക്കുന്നത് എന്ന് പറയും, അല്ലേ? വലിയൊരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാൻ സ്വീകരിക്കും എന്ന് ഭഗവാൻ പറയുന്നില്ല. പ്രേമപൂർവം ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ
അസ്നാമി, ഞാനത് കഴിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ, ഭഗവാൻ അത് കഴിക്കും എന്നാണ് പറയുന്നത്. അസ്നാമി, ഞാനത് കഴിക്കും എന്ന് പറയും. അസ്നാമി, ഭഗവാൻ കഴിച്ചാലും ഭഗവാൻ നമ്മൾക്ക് അത് തിരിച്ചു തരും. അല്ലെ, ഭഗവാൻ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ കഴിക്കുന്നതിന് തുല്യമാണ്. അങ്കാനിയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി, ഭഗവാന്റെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും മറ്റ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ചെയ്യാൻ സാധിക്കും. കണ്ണുകൊണ്ട് നോക്കുന്നത് കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാകും. അസ്നാമി പ്രയതാത്മന, പ്രേമപൂർവം ഞാനത് സ്വീകരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അത്രയും ലളിതമാണ് ഭഗവാന്റെ ആരാധന. ഭഗവാന് കുറച്ച് വെള്ളം, കുറച്ച് ഇല, തുളസിപ്പൂവ്, കുറച്ച് ഫലങ്ങള്, പിന്നെ നമ്മൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന ഭക്ഷണം, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിക്കും, ഭഗവാൻ അത് കഴിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ വേണം? ഭക്തിയ, പ്രേമപൂർവം, പ്രയതാത്മന, പ്രേമപൂർവം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും നിങ്ങൾ കഴിക്കാൻ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് തരണം എന്ന് ഭഗവാൻ പറയുന്നു. അല്ലെ, ഭഗവാൻ ആവശ്യപ്പെടുകയാണ് നമ്മളോട്. യത് കരോഷി യത് അസ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദയ തത്കുരുഷ മത് അർപ്പണം. അതെനിക്ക് തരൂ. യത് കരോഷി, നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അത് ഭഗവാന് തൃപ്തിപ്പെടുത്തുന്ന കർമ്മമായിട്ട് ചെയ്യൂ, ഭഗവാന് വേണ്ടി ചെയ്യൂ. യത് അസ്നാസി, എന്താണോ കഴിക്കുന്നത്, നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതെനിക്ക് തരൂ. ഭഗവാൻ പറയാണ് അതെനിക്ക് തരൂ. യത് അസ്നാസി, നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതെനിക്ക് തരും. യത് ജുഹോഷി, നിങ്ങൾ എന്ത് യജ്ഞമാണോ ചെയ്യുന്നത് അതെനിക്ക് വേണ്ടി ചെയ്യൂ. ദദാസിയത്, നിങ്ങൾ ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തരും, എന്റെ സേവനത്തിന് വേണ്ടി ചെയ്യൂ. യത് തപസ്യതി, നിങ്ങൾ എന്തെങ്കിലും തപസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വ്രതം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി ചെയ്യൂ. കൗന്ദേയ തത് കുരുഷ മതർപ്പണം, എനിക്ക് വേണ്ടി കർമ്മങ്ങളൊക്കെ ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കാര്യം? ഭഗവാന് വേണ്ടി ചെയ്യാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, ഭഗവാന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശുഭാശുഭ ഫലൈരേവം മോക്ഷസേ കർമ്മബന്ധനെ, ഭഗവാന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകും. ഭഗവാന് വേണ്ടി അല്ലാത്ത കർമ്മങ്ങളൊക്കെ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ പെടുത്തുന്നതാണ്. പക്ഷെ ഭഗവാന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദാനം ചെയ്യുന്നതൊക്കെ ഭഗവാന് വേണ്ടി ദാനം ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ തപസ് വ്രതങ്ങളൊക്കെ ഭഗവാന് വേണ്ടി തപസ്സും വ്രതങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ, അല്ലാതെ നമ്മളിൽ നിന്ന് ഭഗവാൻ എന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകും. കാരണം ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് മുക്തി. ഭഗവാന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കർമ്മബന്ധനം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-ാമത്തെ അധ്യായത്തിൽ, യജ്ഞാർത്ഥാ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനം. ഭഗവാന് വേണ്ടിയിട്ടല്ലാതെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കർമ്മബന്ധനമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? മോക്ഷസേ കർമ്മബന്ധനെ, സ്വാഭാവികമായിട്ടും എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തനാകും. സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപേക്ഷസി, ആ വ്യക്തി ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്ന് പറയും. ആ വ്യക്തി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അത്രയും ലളിതമാണ് ഭഗവാന്റെ സേവനം. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ്. സ്വാഭാവികമായിട്ടും ആ വ്യക്തി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. ഇനി ആർക്കൊക്കെ ഭഗവാന്റെ സേവനത്തിലേക്ക് വരാം? ആർക്കെങ്കിലും തടസ്സമുണ്ടോ? ഒരാൾക്കും തടസ്സമില്ല എന്നാണ് പറയുന്നത്. സമോഹം സർവബോധേഷു, എല്ലാ ജീവജാലങ്ങളോടും എനിക്ക് തുല്യതയാണുള്ളത്. ആർക്ക് വേണമെങ്കിലും ഭഗവാനെ ഭജിക്കാം. ഇനി ഭഗവാനെ ഭജിച്ചാലോ അവരോട് വളരെയധികം വാത്സല്യം ഭഗവാൻ ഉണ്ടാകും എന്ന് പറയും. ഏ ഭജന്തി തുമാം ഭക്ത്യാം മൈതേതേഷു ചാപ്യഹം, ആരൊക്കെയാണ് എന്നെ ഭജിക്കുന്നത് ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാം. ഇനി ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നിട്ട് ചെറിയ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിപ്പോയാലും അവനെ നമ്മൾ ദ്വേഷിക്കരുത് എന്നാണ് പറയുന്നത്. തെറ്റുകൾ പറ്റിയാലും അവനെ ഭക്തനായിട്ട് തന്നെ കാണണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭ സാധുരേവ സമന്തവ്യ സമ്യക് വിവസിതോജിസ. ഭഗവാന്റെ നിരന്തരമായിട്ടുള്ള ഒരു ഭക്തൻ എന്തെങ്കിലും പിഴവ് പറ്റിപ്പോയാലും അവനെ ഭക്തനായിട്ട് തന്നെ കാണണം. കാരണം എന്താണ്?
ക്ഷിപ്രം ഭവതി ധർമാത്മാ. ഭഗവാന്റെ ഭജന ചെയ്യുന്നത് കൊണ്ട് അവൻ വീണ്ടും പെട്ടെന്ന് തന്നെ ധർമാത്മാവായിട്ട് മാറും. അവന്റെ പിഴവുകളൊക്കെ മാറും. അവൻ ശുദ്ധാത്മാവായിട്ട് പെട്ടെന്ന് തന്നെ മാറും. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാന്തി നികച്ചതി. അവൻ നിരന്തരമായിട്ടുള്ള ഭക്തി സേവനത്തിൽ ഉറച്ചു നിൽക്കും. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഭഗവാന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു ഭക്തൻ ഒരിക്കലും വീണു പോകുന്നില്ല. കാരണം എന്താണ്? വീണു പോകാതെ ഭഗവാൻ തന്നെ അവനെ സംരക്ഷിക്കും. ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണം അവനുള്ളത് കൊണ്ട് ഭഗവാന്റെ ഭക്തൻ ഒരിക്കലും വീണു പോകുന്നില്ല എന്നാണ് ഭഗവാൻ അർജുനനോട് പ്രഖ്യാപിക്കാൻ പറയുന്നത്. അർജുന, നീ ഉറക്കെ പറയും, നീ എല്ലാവരോടും പറയും. എന്താണ് പറയേണ്ടത്? കൗന്ദേയ പ്രതിജാനിഹി. കൗന്ദേയ, നീ പറയൂ. എന്നാണ് പറയേണ്ടത്? നമേ ഭക്ത പ്രണശ്യ. എന്റെ ഭക്തൻ ഒരിക്കലും വീണു പോകുന്നില്ല, ഒരിക്കലും നശിച്ചു പോകുന്നില്ല, അവനൊരിക്കലും വീഴ്ച പറ്റുന്നില്ല എന്നുള്ള കാര്യം നീ ഉറക്കെ പ്രഖ്യാപിക്കൂ എന്നാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്. മാം ഹി പാർത്ഥ വിഭാശ്രിത്യ ഏവിസ്യു പാപയോന സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്ര തേബിയാന്തി പരാന്തതി. ഭഗവാനെ ശരണം പ്രാപിച്ച സമൂഹത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും പരമമായിട്ടുള്ള ഗതി കിട്ടും. അവർക്ക് എല്ലാവർക്കും യാതൊരു വിഭാഗീയതയും ഇല്ലാതെ, ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇങ്ങനെയുള്ള വ്യത്യാസമൊന്നും ഇല്ലാതെ പാപയോനയാന്ന് പറയുന്നുണ്ട്. പാപയോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളാണ്. മൃഗങ്ങൾ വരെ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്കും മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മൃഗങ്ങൾ ഭഗവാനെ ശരണം പ്രാപിച്ച് അവർക്ക് മോക്ഷം കിട്ടുന്നത് ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പം ഭഗവാൻ അങ്ങനെ യാതൊരു വിഭാഗീയതയുമില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവികളാണെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം ലഭിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആരാണെങ്കിലും ഭഗവാനെ ഭജിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. കിം പുനർ ബ്രാഹ്മണ പുണ്യ ഭക്ത രാജർഷേസ്തത അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ. ആരാണെങ്കിലും, ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും രാജർഷിയാണെങ്കിലും ഭക്തനാണെങ്കിലും ആരാണെങ്കിലും ഈ ദുഃഖ ലോകത്ത് വന്നു കഴിഞ്ഞാൽ, അനിത്യമസുഖം ലോകം, ഈ അനിത്യമായിട്ടുള്ള അസുഖകരമായിട്ടുള്ള ലോകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇമം പ്രാപ്യ ഭജസ്വമ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഭജിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ, എന്നാൽ മാത്രമേ തിരിച്ചു പോക്കുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ നിർദ്ദേശിക്കുന്നു. ഈ അധ്യായത്തിൽ ഏറ്റവും വലിയ നിർദ്ദേശം എന്താണ്? ഇത് ഏറ്റവും വലിയ രഹസ്യമാണെന്ന് പറഞ്ഞു ഈ അധ്യായം. അതിൽ ഏറ്റവും വലിയ നിർദ്ദേശം എന്താണ്? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. മന്മനാ ഭവമദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാമേവേഷസി യുക്തൈവം ആത്മാനം മത്പരായണ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എന്നെ കുറിച്ച് ചിന്തിക്കുക. മന്മന ഭവമദ്ഭക്തോ, എന്റെ ഭക്തനാവുക, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. മധ്യാജി, ഭഗവാനെ ആരാധിക്കുക. മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക. അങ്ങനെ ചെയ്തു പോന്നാൽ എന്ത് സംഭവിക്കും? മാമേവേശ്വസി, ഭഗവാനെ തന്നെ പ്രാപിക്കാൻ സാധിക്കും. യുക്തൈവം ആത്മാനം മത്പരായണ, ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്ന് പറയുന്നു. ഇതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ നിർദ്ദേശം. ഇത് ഭഗവത്ഗീതയിലെ ഏറ്റവും മധ്യഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും രഹസ്യമായിട്ടുള്ള നിർദ്ദേശമായതുകൊണ്ട് ഭഗവാൻ അവസാനത്തിലും 18-ാം അധ്യായത്തില് 65-ാമത്തെ ശ്ലോകത്തിലും ഇതേ ശ്ലോകം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മന്മനാഭവത്വോ. അധ്യായം എത്രയാണ്? 18.65. അവിടെ വീണ്ടും ഭഗവാൻ തിരിച്ചു പറയുന്നുണ്ട് ഇതേ ശ്ലോകം. ഇതാണ് ഭഗവത്ഗീതയിലെ ഭഗവാന്റെ ഏറ്റവും വലിയ നിർദ്ദേശം. ഭഗവാന്റെ ഭക്തനാവുക എന്നുള്ളതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ നിർദ്ദേശം, അല്ലേ? സാധാരണ ആളുകൾ പറയാറുണ്ട് ഭഗവത്ഗീതയിൽ കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ധ്യാനയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, സന്യാസയോഗമുണ്ട്, ഒരുപാട് യോഗമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഭക്തിയോഗത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അത് നമ്മൾ കൊടുക്കുന്നതല്ല, അത് ഭഗവാൻ നിർദ്ദേശിക്കുന്നതാണ്, അല്ലെ? ഭഗവാൻ നിർദ്ദേശിക്കുന്നതാണ്. മന്മനാ ഭവമദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു, എന്റെ ഭക്തനാകൂ, എന്നെ ആരാധിക്കൂ, എപ്പോഴും മനസ്സിൽ എന്നെ കുറിച്ച് ചിന്തിക്കൂ എന്നുള്ള കാര്യം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭക്തന്മാർ ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതെങ്ങനെ ചെയ്യാം, അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം, അത് ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമാണോ?
അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എങ്ങനെ ആ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാം, ഇതൊക്കെ ഭഗവാൻ അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ നിർദ്ദേശം നൽകി കഴിഞ്ഞു, അതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിഭൂതി യോഗത്തിൽ പ്രത്യേകിച്ചും